ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. താരങ്ങളുടെ പേരുകൾ ഉയർന്നു വന്ന കേസിൽ 3 പ്രതികളെ മാത്രം പ്രതികളാക്കിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. 2000-ഓളം പേജുകളുള്ള കുറ്റപത്രത്തിൽ നടൻ ശ്രീനാഥ് ബാസി 21ാം സാക്ഷിയാണ്. ഏപ്രിൽ 1 രാത്രിയിലാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ വെച്ച് 2 കോടി വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടിയത്. പിടിയിലായ 1ാം പ്രതി തസ്ലീമയുടെ സിനിമാ ബന്ധമായിരുന്നു കേസിനെ ശ്രദ്ധേയമാക്കിയത്. കേസെടുത്ത് 2 മാസം പൂർത്തിയാകും മുൻപാണ് കുറ്റപത്രം. റിമാൻഡിൽ കഴിയുന്ന തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, മണാഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവർ മാത്രമാണ് കേസിലെ പ്രതികൾ. 55 സാക്ഷികളുള്ള കേസിൽ നടൻ ശ്രീനാഥ് ബാസി 21ാം സാക്ഷിയാണ്. ശ്രീനാഥ് ബാസിയുടെ രഹസ്യമൊഴി നേരത്തെ കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. പ്രതികളായ ദമ്പതികളുടെ 2 മക്കളും കേസിലെ സാക്ഷികളാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ഇവർ മക്കളെയും മറയാക്കിയിരുന്നു. എന്നാൽ ലഹരി കടത്ത് മക്കൾക്കറിയില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. നടൻ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, മോഡൽ സൗമ്യ തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നുള്ള 5 പേരെ കേസിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. തസ്ലീമയുമായി സൗഹൃദമുണ്ടെങ്കിലും കേസുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുള്ളതായി കണ്ടെത്താനായില്ല. ഡിജിറ്റൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ, CCTV ദൃശ്യങ്ങൾ തുടങ്ങി പരമാവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ റിമാൻഡ് കാലാവധി കഴിയും മുൻപാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ 3 തവണ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.